ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിലാപങ്ങൾ 3-ാം അധ്യായം 25-ാം വാക്യം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. ഒരു നിസ്സാരനും വൃദ്ധനുമായ മനുഷ്യനെക്കുറിച്ച് ഒരു കഥ ഇപ്രകാരമുണ്ട്. ഈ വൃദ്ധൻ എല്ലാ ദിവസവും 12 മണിക്ക് പള്ളിയിൽ കയറി കുറച്ച് നിമിഷങ്ങൾ അവിടെ കഴിച്ച് ഇറങ്ങിപ്പോകും. പള്ളി സൂക്ഷിപ്പുകാരനാകട്ടെ അൾത്താര അലങ്കരിച്ചിരിക്കുന്ന വിലയേറിയ വസ്തുക്കളെക്കുറിച്ച് നല്ല കരുതലുള്ളവനായിരുന്നു. ഓരോ ദിവസവും ഈ വൃദ്ധൻ വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ എന്നറിവാൻ സൂക്ഷിപ്പുകാരൻ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. യാതൊന്നും തന്നെ ഈ വൃദ്ധൻ കൊണ്ടുപോകുന്നില്ല എന്നത് സൂക്ഷിപ്പുകാരൻ മനസ്സിലാക്കി. ഓരോ ദിവസവും കൃത്യം 12 മണിക്ക് ഈ പ്രാകൃതനായ മനുഷ്യൻ എത്തിയിരിക്കും. ഒരു ദിവസം പള്ളി സൂക്ഷിപ്പുകാരൻ ഈ മനുഷ്യനെ അഭിവാദ്യം ചെയ്തിട്ട് ഇപ്രകാരം ചോദിച്ചു: എൻ്റെ സ്നേഹിത, ഇതൊന്ന് ശ്രദ്ധിക്കൂ. എന്തുകൊണ്ടാകുന്നു താങ്കൾ ഓരോ ദിവസവും ഇങ്ങനെ പള്ളിയിൽ പ്രവേശിക്കുന്നത്? ഞാൻ പ്രാർത്ഥിപ്പാനായി പോകുന്നു. ആ വൃദ്ധൻ ആദരവോടെ മറുപടി പറഞ്ഞു. ഒരു കാര്യം പറയട്ടെ, പള്ളി സൂക്ഷിപ്പുകാരൻ വളരെ കരുതലോടെ പറഞ്ഞു. താങ്കൾ അധിക സമയം പള്ളിയിൽ പ്രാർത്ഥിപ്പാനായി തങ്ങരുത്. വളരെ സത്യമാണ്, എനിക്ക് വളരെ നീണ്ട പ്രാർത്ഥിപ്പാനായി അറിഞ്ഞുകൂടാ. ഓരോ ദിവസവും ഞാൻ വന്ന ഉടനെ പറയും, യേശുവേ, ഇത് ജിം ആകുന്നു. പിന്നീട് ഞാൻ ഒരു നിമിഷം അവിടെ നിൽക്കും, എന്നിട്ട് ഇറങ്ങിപ്പോരുകയും ചെയ്യും. യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അത് കേവലം ചെറിയതാകുന്നു എങ്കിലും. ഒരു ദിവസം വഴി വിലങ്ങനെ കടക്കുമ്പോൾ ഒരു വാഹനം വന്നിടിച്ച് ജിം ഹോസ്പിറ്റലിൽ ഒരു ഒടിഞ്ഞ കാലോടെ പ്രവേശിക്കപ്പെട്ടു. ജിം സന്തോഷത്തോടെ കിടന്നിരുന്ന മുറി നേഴ്സുമാർക്ക് അവരുടെ പ്രവൃത്തി ചെയ്യുവാൻ വളരെ പ്രയാസമുള്ള ഒരു സ്ഥലമായിരുന്നു. പ്രഭാതം തൊട്ട് പ്രദോഷം വരെ അവിടുത്തെ ചില രോഗികൾ കോപവും ദുരിതവും പൂണ്ട് കിടക്കുന്നവരായിരുന്നു. മറ്റു ചിലർ എപ്പോഴും പിറുപിറുത്തുകൊണ്ടിരുന്നു. സാവധാനമായി ഈ മനുഷ്യൻ അവരുടെ മുറുമുറുപ്പ് അവസാനിപ്പിച്ചു. നല്ല സന്തോഷവും തൃപ്തിയും പ്രകാശിപ്പാൻ തുടങ്ങി. ഒരു ദിവസം ആ നേഴ്സ് വാർഡിൽ കൂടെ പോകുമ്പോൾ ആ രോഗികൾ ഉറക്കെ ചിരിക്കുന്നതായി കേട്ടു. എന്താകുന്നു നിങ്ങൾക്കെല്ലാവർക്കും സംഭവിച്ചത്? ഈയിടെയായി നിങ്ങൾ നല്ല സന്തോഷമുള്ളവരായി കാണുന്നുവല്ലോ. അവർ ഉത്തരം പറഞ്ഞു, അത് ആ വൃദ്ധനായ ജിം കാരണമാകുന്നു. അവന് അസ്വസ്ഥതയും വേദനയും ഉണ്ടെങ്കിലും അവനെപ്പോഴും സന്തോഷമുള്ളവനാകുന്നു, ഒരിക്കലും തൃപ്തിയില്ലാത്തവനല്ല. നേഴ്സ് ജിമ്മിൻ്റെ കിടക്കയുടെ സമീപം ചെന്നു. അവിടെ വെള്ളി പോലെ വെളുത്ത തലമുടിയുമായി ഒരു ദൈവദൂതൻ്റെ പുഞ്ചിരിയോടെയുള്ള മുഖപ്രകാശത്തോടെ ജിം കിടന്നിരുന്നു. ഈ വാർഡിലെ സന്തോഷത്തിൻ്റെ കാരണം നിങ്ങളാകുന്നു എന്നും നിങ്ങളെപ്പോഴും സന്തോഷമുള്ളവനാകുന്നു എന്നും ഇവർ പറയുന്നുവല്ലോ എന്ന് നേഴ്സ് ജിമ്മിനോട് ചോദിച്ചു. അതിന് മറുപടിയായി ജിം ഇങ്ങനെ പറഞ്ഞു: അതെ സിസ്റ്ററെ, എനിക്കെപ്പോഴും സന്തോഷമുണ്ട്. അതിന് കാരണം എൻ്റെ സന്ദർശകനാകുന്നു. അദ്ദേഹമാകുന്നു എന്നെ സന്തോഷിപ്പിക്കുന്നത്. സന്ദർശകൻ? നേഴ്സ് ആശ്ചര്യത്തോടെ ആരാഞ്ഞു. നേഴ്സ് ഒരിക്കലും യാതൊരു സന്ദർശകനെയും ജിമ്മിൻ്റെ കിടക്കയുടെ സമീപത്ത് കണ്ടിട്ടില്ല. സന്ദർശകൻ്റെ ഇരിപ്പിടം എപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നതായേ കണ്ടിട്ടുള്ളൂ. എപ്പോഴാകുന്നു നിൻ്റെ സന്ദർശകൻ വരുന്നത്? എല്ലാ ദിവസവും. തിളങ്ങുന്ന കണ്ണുകളുമായി ജിം തുടർന്നു. എല്ലാ ദിവസവും കൃത്യം 12 മണിക്ക് ആ സന്ദർശകൻ എൻ്റെ കിടക്കയുടെ സമീപേ വന്ന് നിൽക്കും. ഞാൻ അവനെ കാണുന്നു. അവൻ എന്നെ നോക്കി പുഞ്ചിരിക്കും. എന്നിട്ട് പറയും, ജിം, ഇത് യേശുവാകുന്നു. പ്രിയമുള്ളവരെ, ജിമ്മിനെ കണ്ട യേശു കർത്താവ് എന്നെയും നിങ്ങളെയും കാണുവാൻ, ആശ്ലേഷിക്കുവാൻ അവൻ നമ്മുടെ ചാരത്ത് തന്നെയുണ്ട്. ആ യേശുവിനെ മനസ്സിലാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ആ കർത്താവിങ്കിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. അവൻ്റെ സ്നേഹകരത്തിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ തേടി വന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടുന്ന് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി അങ്ങയുടെ ജീവനെ മറുവിലയായി നൽകുവാനുമായി കർത്താവെ ഈ ലോകത്തിലേക്ക് വന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ആ മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെ കരവലയത്തിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.